ചെകുത്താൻ മോഹൻലാൽ. എന്താണ് ചെകുത്താൻ മോഹൻലാൽ എന്ന് പറയുന്നത്? മോഹൻലാൽ എന്ന ആ വലിയ നടൻ ചെകുത്താൻ ആയതുകൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ചെകുത്താൻ എന്ന പേരിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടന്നു വന്ന ചിത്രമായിരുന്നു സ്ഫടികം. 1995 അങ്ങനെ ഭദ്രൻ സംവിധാനം ചെയ്ത് 3 കൊല്ലമെടുത്തു ഈ ചിത്രത്തിൻ്റെ രചനയിൽ ഇങ്ങനെ സംവിധായകനായ ഭദ്രൻ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇരുന്ന് തഴക്കവും പഴക്കവും വരുത്തി എഴുതി തയ്യാറാക്കിയ ചിത്രമായിരുന്നു സ്ഫടികം. അടിപൊളി പേരല്ലേ? പേര് കൊണ്ട് തന്നെ നമ്മളെ ആ ചിത്രം കാണാനായിട്ട് ഇങ്ങനെ കാത്തിരിപ്പോടുകൂടി നമ്മൾ അതിലേക്ക് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് എത്തിക്കുന്ന ഒരു ചിത്രം തന്നെയായിരുന്നു സ്ഫടികം. റിലീസ് ചെയ്ത ആ ചിത്രം പുറത്തു വന്നപ്പോൾ വീണ്ടും ജനങ്ങൾ ഇരമ്പി ആർത്തു തിയേറ്ററിലേക്ക് കടന്നു പോയി. ആ ചിത്രം കാണാനായിട്ടുള്ള വെമ്പൽ കണ്ടപ്പോൾ മനസ്സിലായി ആ ചിത്രത്തിൻ്റെ മൂല്യവും വ്യാപ്തിയും കൃത്യതയോടുകൂടി മനസ്സിലാക്കി. ആടുതോമയെ ആരും മറക്കില്ല. ആടുതോമയെ ഓടിച്ചിരുന്ന ലോറിയുടെ നെറ്റിയിൽ ചെകുത്താൻ എന്നെഴുതിയ ചാക്കോ മാഷിനെ ആരും മറക്കില്ല. അപ്പൊ ചെകുത്താൻ അത്രയേറെ ഹൃദയത്തിൽ ഇങ്ങനെ പതിയുകയായിരുന്നു. മോഹൻലാൽ എന്ന ചെകുത്താൻ. ഭദ്രൻ സാർ ഈ ചിത്രം ഒരുക്കിയ സമയത്ത് ഭദ്രൻ സാറിൻ്റെ കൂടെ കൂട്ടായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഛായാഗ്രഹണത്തിൽ ആ ശക്തിയോടുകൂടി നിന്നത് ജെ വില്യംസും എസ് കുമാറാണ്. ഇതിലെ ഗാനങ്ങൾക്ക് സംഗീതം കൊടുത്തിരിക്കുന്നത് SP വെങ്കടേഷാണ്. എത്ര മധുരമായ പാട്ടുകളാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന പാട്ടുകൾ. അത് ഓർമ്മകൾ ആലക്കുട ചൂടും. എത്ര രസകരമായില്ല വരികൾ. ഇങ്ങനെ ഞാൻ പാടി ബോറാക്കുന്നില്ല. സൂപ്പർ പാട്ടുകളാണ് ഈ ചിത്രം നമുക്ക് തന്നത്. ഇതിലെ കഥാപാത്രത്തിൻ്റെ ആ പവർ മറ്റു കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു നടൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. അത് 100% ഉറപ്പാണ്. കാരണം ഇരട്ടച്ചങ്കനായ ആടുതോമ, ആടിൻ്റെ അതായത് മുട്ടനാടിൻ്റെ, കറുത്ത മുട്ടനാടിൻ്റെ ചോര കുടിക്കുന്ന നായകൻ ആടുതോമ. കിട്ടുനായകൻ എന്ന് പറഞ്ഞാൽ കിട്ടുനായകൻ. ഇതിലെ മോഹൻലാലിന് എതിരായിട്ട് നിൽക്കുന്ന ആ പോലീസുകാരൻ ഉണ്ടല്ലോ, പോലീസിലെ നമ്മുടെ എന്താ പറയണ ഈ ഇടിയൻ എന്നൊക്കെ പറയണ ഒരു കരുത്തുള്ള നമ്മുടെ കാടിൻ്റെ കാട് കുറ്റിക്കാട് എന്ന് പറഞ്ഞ കുറ്റിക്കാടിനെ ആദ്യം ചേർത്ത് വെച്ച പേര് പുലിക്കോടൻ എന്നായിരുന്നു. പിന്നീട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ആ പേര് മാറ്റുകയുണ്ടായി. അപ്പോൾ ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് നല്ലതുപോലെ സംഭാഷണങ്ങൾ എഴുതിയ രാജേന്ദ്ര ബാബു ആയിരുന്നു സംഭാഷണങ്ങൾ എഴുതിയത്. കിടിലൻ സംഭാഷണങ്ങളല്ല, കിടിലോസ്കി സംഭാഷണങ്ങളാണ് ഈ ചിത്രത്തിന് വേണ്ടി എഴുതി ചേർത്തിരുന്നത്. അപ്പം നമ്മുടെ തോമസ് ചാക്കോ എന്ന ലാലേട്ടനെ നമ്മളിങ്ങനെ ശരിക്കും പറഞ്ഞു ഈ ചിത്രം കാണാനായിട്ട് ആലുവ സീനത്ത് തിയേറ്ററിൽ എൻ്റെ ചെറിയച്ഛൻ്റെ കൂടെ ഞാൻ ഈ ചിത്രം കാണാൻ പോയപ്പോൾ, അന്ന് ഞാൻ ചെറുതാണ്, അങ്ങനെ കാണാൻ പോയപ്പോൾ അപാര തിരക്കായിരുന്നു കേട്ടോ. പുള്ളിക്കാരൻ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ കൂടിയൊക്കെ തിങ്ങി ഓടി കയറി ചാടി മറിഞ്ഞൊക്കെ ടിക്കറ്റ് എടുക്കാൻ നോക്കി. പക്ഷേ ഈ ചെറിയച്ഛനെ എടുത്ത് ആളുകളൊക്കെ എടുത്ത് ഒറ്റ തള്ളു കൊടുത്തു. അത് ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, പോടാ അവിടെ നിന്നുള്ള രീതിയിൽ. പിന്നീട് ഞങ്ങൾ വേറൊരു ദിവസം പോയി കണ്ടു. അത്രയേറെ ജനക്കൂട്ടമായിരുന്നു അന്ന് ഇതുപോലെ ഓൺലൈൻ ടിക്കറ്റിൻ്റെ പരിപാടികളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ കൗണ്ടറിൽ കൂടി ക്യൂ നിന്ന് ഇടിച്ച് കയറി എടുക്കണം. അപ്പം ചിലപ്പോൾ അതിനിടയിൽ കൂടി തിക്കും തിരക്കൊക്കെ വന്ന് ചില ആൾക്കാർ രസികൻ സിനിമയെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ തലയുടെ മുകളിൽ കൂടിയൊക്കെ ചവിട്ടി ഇങ്ങനെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. അതേപോലെയൊക്കെ തിരക്കൊക്കെ കയറും. പിന്നെ കുറേ ടീമുകൾ പുറത്ത് ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളൊരു കാലമായിരുന്നു. അന്നും അത്രയേറെ ജനങ്ങൾ ഈ പടം കാണാനായിട്ട് തിരക്കി അങ്ങോട്ട് കുതിച്ച് കയറിയിരുന്നു തിയേറ്ററിലേക്ക്. ഇപ്പോഴും അതൊരു ഓർമ്മ തന്നെയായി നിലനിൽക്കുകയാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ചെകുത്താൻ ചില്ലറ സംഭവമല്ല, ചെകുത്താൻ തന്നെയാണ്, ചെകുത്താൻ. ഈ ചിത്രത്തിൻ്റെ എഡിറ്റർ MS മണിയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അടിപൊളി ചിത്രമാണ്. 1995 ഇറങ്ങിയ ഒരു സംഭവമായിട്ടുള്ള ചിത്രമായിരുന്നു. 75 ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിലപ്പോൾ അതിനും കൂടിയായിരിക്കാം. പക്ഷേ ഈ ചിത്രം കളക്ട് ചെയ്തത് 12 കോടിയിലേറെ രൂപ കളക്ട് ചെയ്യുകയുണ്ടായി. അത്രയേറെ എന്ന് വെച്ചാൽ മലയാള സിനിമയെ പിടിച്ച് കുലുക്കി. സംസ്ഥാന അവാർഡിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് മോഹൻലാലിന് ലഭിച്ചതും ഈ ചിത്രത്തിനായിരുന്നു ആ വർഷം തന്നെ. അപ്പോൾ അടിപൊളി അഭിനയം കൊണ്ട് മോഹൻലാൽ തകർക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ ചെകുത്താനെ കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ വേറൊരു ചെകുത്താനെ കുറിച്ച് ഓർത്തു പറയുകയാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ച് നിൽക്കുന്ന ചെകുത്താൻ, ആ ടൈറ്റിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. ചെകുത്താൻ എപ്പോഴും മോഹൻലാലിന് എതിരായിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാറുണ്ട്, ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യാറുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹം മോഹൻലാലിനെ കുറിച്ച് ഇങ്ങനെ അതും ഇതൊക്കെ പറയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നല്ലതുപോലെ വ്യൂസ് വരുന്നത് കൊണ്ടായിരിക്കും അദ്ദേഹം എപ്പോഴും ആ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ ചെകുത്താൻ എന്ന് പറഞ്ഞ ആ യൂട്യൂബർ എപ്പോഴും മോഹൻലാലിന് ചൊറിയുന്നതായിട്ട് എനിക്ക് തോന്നാറില്ല. അദ്ദേഹം എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വരുമ്പോൾ ആ വിഷയത്തിന് ആസ്പദമായിട്ട് സംസാരിക്കും. പക്ഷേ സംസാരിക്കുമ്പോൾ കൂടുതലും മോഹൻലാലിനെ ഇത്തിരി കൂടുതലായിട്ട് ഒന്ന് കുത്തി നോവിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ യൂട്യൂബർ, അതായത് ഈ ചെകുത്താൻ എന്ന യൂട്യൂബർ എപ്പോഴും പറയുന്ന പല കാര്യങ്ങളിലും ഒക്കെ നമുക്ക് നല്ലതുപോലെ
100% ശരിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ അത്ര ശരിയാണെന്ന് തോന്നാറില്ല. അത് അതിൻ്റേതായ ഒരു ശരിയായിട്ടുള്ള വസ്തുതയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെ പോവുകയാണ്. മോഹൻലാലിനെതിരെ ഇങ്ങനെ ചൊറിയുന്ന നമ്മുടെ ചെകുത്താനും മോഹൻലാൽ എന്ന ബ്രഹ്മാണ്ഡമായിട്ടുള്ള കഥാപാത്രമായി മാറിയ ചെകുത്താനെയും നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഈ വീഡിയോയിൽ കൂടി പറയുമ്പോൾ നമുക്ക് എനിക്ക് ഒരിക്കൽ പോലും ഈ മോഹൻലാലിൻ്റെ എന്താ പറയുക അഭിനയത്തിന് കുറ്റമായിട്ടൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നാറില്ല. കാരണം അത്രയേറെ മികവോടുകൂടി 100% കറ തീർത്ത അഭിനയമാണ് മോഹൻലാൽ എപ്പോഴും കാഴ്ചവെക്കുന്നത്. അദ്ദേഹത്തിനോട് ഒരു കഥാപാത്രം ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം 100% പെർഫെക്റ്റ് ആക്കുന്നതിന് പകരമായിട്ട് 101% പെർഫെക്റ്റിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. ആ കഴിവ് ഒരുപക്ഷെ ഇന്നത്തെ തലമുറയിലെ നടന്മാർക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് തന്നെ പറയാൻ ഉത്തരമില്ല. അതൊരു ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ മോഹൻലാൽ എന്ന വലിയ നടൻ ഇങ്ങനെ അഭിനയിച്ച് 2025 വർഷം വരെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി, ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു. എന്നിട്ടും അദ്ദേഹത്തിന് ഈ തരത്തിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ചൊറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം അദ്ദേഹം പറയുന്നത്, ഞാൻ അഭിനയിക്കാൻ വേണ്ടി പിറവിയെടുത്തൊരു മനുഷ്യനാണ്. ഞാൻ അഭിനയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. ഞാൻ അതിൽ തന്നെ എപ്പോഴും എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ചുറ്റുപാടുകൾ നടന്ന് എന്നെ ചൊറിയുന്നവരെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം പറയുന്നവരോ ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. ഞാൻ എൻ്റെ സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കുന്നു. എപ്പോഴും ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കിടിലൻ സംഭവമായിട്ടുള്ള ഒരു എനർജി ലെവൽ തന്നെയാണ്. ഇപ്പോൾ ചെകുത്താൻ എന്ന് പറഞ്ഞ യൂട്യൂബറോട് എനിക്ക് വൈരാഗ്യമൊന്നുമില്ല കേട്ടോ. അദ്ദേഹം ചിലപ്പോൾ മോഹൻലാലിനെ പറ്റി നെഗറ്റീവ് പറയുമ്പോഴായിരിക്കാം അദ്ദേഹത്തിന് കൂടുതൽ വ്യൂസ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ മോഹൻലാലും ഈ യൂട്യൂബറായിട്ടുള്ള ചെകുത്താനും കൂടി നേരിട്ട് കാണുകയാണെങ്കിൽ, ഇപ്പോൾ 2 ചെകുത്താന്മാരും കൂടി നേരിട്ട് കാണുകയാണെങ്കിൽ, സ്ഫടികം സിനിമയിലെ കഥാപാത്രമായിട്ടുള്ള ആ ചെകുത്താനും ഈ യൂട്യൂബറായിട്ടുള്ള ചെകുത്താനും കൂടി, ഞാൻ ലാലേട്ടൻ്റെ ചെകുത്താനെന്ന് മോശമായിട്ട് പറയുന്നതല്ല കേട്ടോ, അപ്പോൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ രണ്ടുപേരും ഈ മോഹൻലാൽ ഒരിക്കലും യൂട്യൂബിൻ്റെ കാര്യങ്ങളും ചോദിക്കില്ല. ഈ ചെകുത്താൻ ഒരിക്കലും മോഹൻലാലിൻ്റെ അഭിനയത്തിൻ്റെ മോശം വശങ്ങളെ പറ്റി സംസാരിക്കുകയുമില്ല. രണ്ടുപേരും വളരെയേറെ സൗഹൃദത്തോട് കെട്ടിപ്പിടിച്ച് സാറേ എന്നുള്ള രീതിയിൽ ഒന്ന് സൗഹൃദം പുതുക്കി പോവുകയുണ്ടാവുകയുള്ളൂ. അല്ലാതെ മറ്റു പലരും പല രീതിയിലും പല ടൈപ്പിലൂടെയൊക്കെ ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ ഇവർ രണ്ടുപേരും കണ്ടാൽ ഭയങ്കരമായൊരു സംഭവം, ഭയങ്കരമായ യുദ്ധം തന്നെ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ പറയുന്നത് വളരെ അങ്ങനെ ഒന്നും നടക്കാൻ വഴിയില്ലാതെ. മോഹൻലാലിനെ തകർക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ആര് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം അഭിനയിച്ചു കൊണ്ടിരിക്കും. അടിപൊളിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള കരുത്തും ചെകുത്താനുണ്ട്. മോഹൻലാലിൻ്റെ കാര്യം അല്ലാതെ തന്നെ സോഷ്യലായിട്ട് സാമൂഹികപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളിലൊക്കെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള യൂട്യൂബറാണ് ചെകുത്താൻ. അപ്പം രണ്ടുപേരും മികവോടുകൂടി മുന്നോട്ട് പോട്ടെ. ലാലേട്ടൻ അഭിനയിച്ച് തകർത്ത് അങ്ങോട്ട് സൂപ്പറായി മാറട്ടെ. ചെകുത്താൻ സ്റ്റൈലോടുകൂടി അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ. അപ്പം ലാലേട്ടനെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ആ അഭിനയത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അത് കരിങ്കല്ലിൽ ഇങ്ങനെ കൊത്തിയെടുത്ത പോലെ, രാജശില്പി എന്ന് പറഞ്ഞ ആ ഒരു നടൻ കൊത്തിയെടുത്തതുപോലെയുള്ള വലിയൊരു വിഗ്രഹമായിട്ടുള്ളൊരു കലയാണ്. അതിനാർക്കും തകർക്കാൻ കഴിയില്ല. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.